പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ച ആ ഭവൻ സമാധാനം ആശംസിക്കുന്ന അളിച്ച കർത്താവെ, നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിന്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവെ, ഈ സമാധാനം അവരുടെ ജീവിതത്തിന്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിലെ അത് കഴിയുമ്പോൾ അവരുടെ സമാധാനം സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ. കർത്താവെ, രോഗപീഠകളെ വലയുന്നവര്, മാനസിക പീഡകളെ വലയുന്നവര്, ഉറക്കമില്ലാത്തവര്,
ഇന്നലെ രാത്രി പല കാര്യങ്ങൾ കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ, ആ വിഷയങ്ങളെല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങിപ്പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാലാവസ്ഥ മാറ്റം വന്നിരിക്കുകയല്ലേ. പെരുമഴക്കാലമാണ്, പ്രളയകാലമാണ്. ജീവിതത്തിൽ ഇതുപോലെ തന്നെയുള്ള കാലാവസ്ഥ ഭേദങ്ങളുണ്ടാവും. കണ്ണീരിൻ്റെ കാലം ഉണ്ടാവും. ചിലർ കണ്ണീര് ഉണ്ടെങ്കിലും ആരെയും കാണിക്കാതെ കണ്ണീർ അടക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ മനസ്സിലിത് പ്രളയകാലമാണ്. ഈ എല്ലാ കാലങ്ങളിലും ഒരു ദൈവവിശ്വാസി കൈവരിക്കുന്ന ഒരു വാട്ടർ ലെവലുണ്ട്. എത്ര മഴ പെയ്താലും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. ഒരേ ലെവലിൽ എത്ര സങ്കടം ഉണ്ടെങ്കിലും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അറിയത്തുപോലുമില്ല അവർക്ക് എന്തുമാത്രം വിഷമതകൾ ഉണ്ടെന്നുള്ള അറിയത്തില്ല. നമുക്ക് പിന്നെ 2 കാലങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് കേരളത്തിൽ. ഇപ്പോഴല്ല, പണ്ട് മുതൽ ഈ കേരളം സന്ദർശിച്ചിട്ടുള്ള സഞ്ചാരികളുടെ പുസ്തകമൊക്കെ എൻ്റെ കയ്യിലുണ്ട് കുറേ. ഇപ്പോൾ മാർക്കോപോളോയുടെ കാലം തൊട്ട് ഇങ്ങനെ ബുക്കനാൻ്റെ കാലം വരെയൊക്കെ ഉള്ള എല്ലാവരും പറഞ്ഞത് കേരളത്തിൽ 2 കാലാവസ്ഥയുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് വേനലും വർഷവും. ഇപ്പോൾ വർഷകാലമാണ്. പക്ഷെ മറ്റു കാലങ്ങളൊക്കെ ഞാൻ കേരളയിലൊക്കെ ചെന്നപ്പോൾ അവരെന്നോട് വിശദീകരിക്കുകയാണ്, മഞ്ഞുകാലമുണ്ട്, സ്പ്രിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ കാലം വ്യത്യസ്തമായിട്ട് അവർക്കുണ്ട്. ബൈബിൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇതുപോലെ കാലമുണ്ട്, ഓരോ കാലമുണ്ട്. അങ്ങനെ കാലം വ്യത്യാസപ്പെടുത്തുന്നത് എന്തിനാണെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. ആ ദൈവാഭിമുഖ്യ ജീവിതവും അതിന് അനിപേക്ഷണീയമായിട്ടുള്ള കാലവ്യത്യാസങ്ങളും ബൈബിളിലെ ഒരു വിഷയമാണ്. ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ വ്യസനമായിരിക്കും, ചിലപ്പോൾ ഉത്കണ്ഠയായിരിക്കും, ചിലപ്പോൾ ആധിയായിരിക്കും, ഭീതിയായിരിക്കും. അപ്പം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാവും. അപ്പോസ്തല പ്രവർത്തനം 17:26 ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. വിഭിന്ന കാലങ്ങളും വാസഭൂമികളും. ടൈമും ഉണ്ട്, സ്പേസും ഉണ്ട്. ടൈം മാത്രമല്ല കൊടുത്തത്, ടൈമും സ്പേസും എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പം നിന്റെ അനിയത്തിയുടെ അല്ലെങ്കിൽ നിന്റെ ചേട്ടൻ്റെ ടൈം ആൻഡ് സ്പേസ് ആയിരിക്കത്തില്ല നിന്റെ ടൈം ആൻഡ് സ്പേസ്. ഇപ്പം ചെറു പറയത്തില്ലേ, ഞങ്ങൾ രണ്ടും ഒരേ ഉദരത്തിൽ നിന്ന് വന്നവരാണ്, ഒരമ്മ പെറ്റവരാണ്, പക്ഷെ 2 തരത്തിലാണ് ജീവിക്കുന്നത്. രണ്ടുപേർക്കും ടൈം ആൻഡ് സ്പേസ് വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഒരു ടൈമാണ്, ഒരു സ്പേസാണ്. അതെന്താണെന്നറിയാമോ? ഇതെന്തിനാ ഇങ്ങനെ ടൈം ഡിഫറെന്റ് ആക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തിനാ? അതെന്താണെന്ന് വായിച്ചേ. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പൊ ദൈവത്തെ കണ്ടെത്താനുള്ളൊരു മാർഗം എന്താണ്? അനുഭവമാണ്. അനുഭവം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കണം. ഒരു അനുഭവത്തിൽ മാത്രം ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തില്ല. കൃപാസനം എന്തുകൊണ്ട് ഇത്തിരി സാക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? ഈ സാക്ഷ്യങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നത് അനുഭവ സാക്ഷ്യങ്ങളാണ്. അപ്പം നീ എന്നെ കേൾക്കുന്ന നീയും കർത്താവെ എനിക്കൊരു അനുഭവ സാക്ഷ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം. കാര്യം എന്താണ്? നീ നിന്റെ കാലത്തെ, ക്ലേശകാലത്തെ നീ നല്ല കാലമായി കൺവേർട്ട് ചെയ്തതിൻ്റെ അനുഭവങ്ങളുടെ സാക്ഷ്യമാണത്. അപ്പോൾ എല്ലാ കാലങ്ങളും നല്ലതാണെന്ന് അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് അനുഭവിച്ചറിയാം. താങ്ക് യു.